ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല പരാജയമാണ് ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാനായില്ല എന്നുള്ളത് ഈ ജനവിധിയുടെ പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുകയാണ്. ജനവിധിയുടെ എല്ലാ വശങ്ങളും പൂർണ്ണമായിട്ട് ആഴത്തിൽ പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തി പാർട്ടിയും മുന്നണിയും ശരിയായ ദിശാബോധത്തോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ അഹോരാത്രം പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അവരോടെല്ലാമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഉണ്ടായ ഈ പരാജയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. അതിന് എല്ലാ രീതിയിലും ജനങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുമ്പും ഇത്തരത്തിലുള്ള തോൽവി കേരള ചരിത്രം നോക്കിയാൽ നേടിയിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ നിലമ്പത്തി വീഴുന്ന കാഴ്ച കാണേണ്ടി. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായിട്ട് പരിശോധന വേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല, പൊതുവെ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. ഓരോന്നും സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ വിശദമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള വളരെ ഫലപ്രദമായ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി തീർച്ചയായിട്ടും നിർവഹിക്കുക തന്നെ. ടി കെ ഗോവിന്ദൻ, ജി സുധാകരൻ, കെ വി കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ പാർട്ടിക്കൊരു തെറ്റുപറ്റിയെന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നു. അല്ല, അതെല്ലാം സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. അതൊന്നും ഇപ്പോൾ ഒരു വികാര പ്രകടനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടുന്ന ഒന്നല്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിട്ട് എന്തൊക്കെയാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾ തിരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ധാരണയോടുകൂടി ഫലപ്രദമായ നിലയിൽ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലൂടെ മുന്നോട്ടേക്ക് പോകും.